നമസ്കാരം, മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ട്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഹൂ ഈസ് ദ കറന്റ് മിനിസ്റ്റർ ഓഫ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി ഡെവലപ്മെന്റ് ഇൻ ദ ഗവൺമെന്റ് ഓഫ് കേരള? അപ്പോൾ നമ്മൾ ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ആരാണ് നമ്മളുടെ ക്ഷീരവകുപ്പിന്റെ മിനിസ്റ്റർ എന്ന്? അല്ലെ, നമ്മളുടെ യൂട്യൂബ് ക്ലാസ്സിൽ ചോദിച്ചതാണ്. അന്ന് ആരായിരുന്നു? ശ്രീമതി ജെ ചിഞ്ചുറാണി ആയിരുന്നു നമ്മളുടെ ക്ഷീരവകുപ്പിന്റെ മിനിസ്റ്റർ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ മന്ത്രിസഭ മാറി, നമ്മൾ ഒരേ എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനിടയിൽ മന്ത്രിസഭ മാറി, പുതിയ മിനിസ്റ്റേഴ്സ് വന്നു, പുതിയ വകുപ്പുകൾ വന്നു. അപ്പൊ എന്താണ്? കറണ്ട് അഫയേഴ്സ് മാറി. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് വെച്ച് മന്ത്രിമാര് മാറാം, അല്ലെങ്കിൽ എന്താണ്, പുതിയ വർഷം ഇപ്പൊ 2025 തീം മാറി 2026 തീം വരാം. അങ്ങനെ ചില ഇപ്പം വേൾഡ് മിൽക്ക് ഡേ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളുടെയൊക്കെ മാറാം. പിന്നെ എന്ത് മാറാം? ചെയർമാൻ, ചെയർപേഴ്സൺ അല്ലെങ്കിൽ പ്രസിഡന്റ്, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കത്തില്ലേ? ഈ സംഭവങ്ങളൊക്കെ മാറാം. അപ്പൊ കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ പുതിയ പ്രോഗ്രാമുകൾ വരാം. പുതിയ ഒരു സർക്കാർ വരുമ്പോൾ അവർ ഡയറി ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെക്കാം, പുതിയ പ്രോഗ്രാമുകൾ വരാം, അല്ലെ? അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ വരും. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ഈ മാറ്റങ്ങളെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുക. നമ്മൾ ഒരു തവണ ജെ ചിഞ്ചുറാണി എന്ന് പഠിച്ചു, ഇത് തന്നെ പഠിച്ചിട്ട് എക്സാമിന് പോയി ജെ ചിഞ്ചുറാണി കുത്തിയിട്ട് വരരുത്. അപ്പം മാറ്റം സംഭവിച്ചു എന്നും നമ്മുടെ ചുറ്റിനും നടക്കുന്ന ആ ഒരു കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, അതുകൊണ്ടാണ് ഈ ചോദ്യം ഞാൻ ആദ്യം തന്നെ കൊടുത്തത്. സോ ദ കറന്റ് മിനിസ്റ്റർ ഓഫ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി ഡെവലപ്മെന്റ് ഇൻ ഗവൺമെന്റ് ഓഫ് കേരള, ഓപ്ഷൻ എ ജെ ചിഞ്ചുറാണി. അപ്പൊ ശ്രീമതി ജെ ചിഞ്ചുറാണിനെ ഓപ്ഷൻ എയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ക്ലാസ് കണ്ട ആള് നേരെ പോയി ഇതിൽ കുത്തരുത്, നമ്മുടെ മന്ത്രിസഭ മാറിയ കാര്യം ഓർക്കണം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ: അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ. ഓപ്ഷൻ സി ശ്രീമതി വീണ ജോർജ്. ഓപ്ഷൻ ഡി ശ്രീമതി കനത്തിൽ ജമീല. സോ 4 വനിതകളെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കൺഫ്യൂഷൻ ഒക്കെ വരാം, എന്നാലും ആരാണ് കറക്റ്റ് ആൻസർ വരുന്നത്? അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയാണ്. ആരാണ്? അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയാണ്. ആരാണ്? അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയാണ് നമ്മുടെ ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി ഡെവലപ്മെന്റിന്റെ മന്ത്രിസ്ഥാനത്ത് ഉള്ളത്. ഓക്കെ, ഷീ ഈസ് ദ മിനിസ്റ്റർ. ഓക്കെ, ഇനി ബിന്ദു കൃഷ്ണയെ അത്ര വേഗമൊന്നും ആരും മറക്കില്ലല്ലോ. നമ്മളുടെ അംഗനവാടിയിൽ ബിരിയാണി ചോദിച്ച ശംഖുവിനെയും അതുപോലെ മറുപടി പറഞ്ഞ് കുഴപ്പത്തിലായ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയെയും ഒന്നും മലയാളികൾ അത്ര വേഗം മറന്നിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കാം. അപ്പോ എന്താണ് നമ്മളുടെ ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി ഡെവലപ്മെന്റിന്റെ മിനിസ്റ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയാണ്. ആ ഒരു വിവാദപരമായ ഒരു ന്യൂസ് ജസ്റ്റ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. അപ്പൊ അതുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആൻസർ ഓർത്തിരിക്കാൻ സാധിക്കും. ഇനി ബിന്ദു കൃഷ്ണ എന്ന് പറയുന്നത്, അവരുടെ ക്യാബിനറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് എന്താണ്? ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ് മാത്രമല്ല, അതും ഇമ്പോർട്ടന്റ് ആണ്. അവര് കൈകാര്യം ചെയ്യുന്ന മറ്റു വകുപ്പുകളുമുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയേ: ലേബർ, ഡയറി ഡെവലപ്മെന്റ് ആൻഡ് മിൽക്ക് കോപ്പറേറ്റീവ്സ്, വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. അപ്പോൾ ചിലപ്പോ നമ്മളുടെ മിൽക്ക് കോപ്പറേറ്റീവ്സ് ഏത് മിനിസ്റ്ററുടെ അണ്ടറിലാണ്, അല്ലെങ്കിൽ ഡയറി ഡെവലപ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് ഏത് മിനിസ്റ്റർ ആണ്, ഇങ്ങനെയും ഒക്കെ ചോദിക്കാം. അതൊക്കെ ആരാണ്? അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയാണ്. അതുപോലെ ലേബർ, ചൈൽഡ് ഹെൽത്ത്, അതുപോലെ നമ്മളുടെ വുമൺ എംപവർമെന്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരുടെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്? അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയുടെ കയ്യിലാണുള്ളത്. ഓക്കെ, സോ ഇങ്ങനത്തെ കറണ്ട് അഫയേഴ്സ് തീർച്ചയായിട്ടും പഠിക്കുക. മാറ്റങ്ങൾക്കനുസൃതമായി നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളിലും വരുത്തേണ്ട മാറ്റങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് പോകണം കേട്ടോ. മുമ്പ് അങ്ങനെ എഴുതി വെച്ചിരുന്നു എന്ന് കരുതി നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവരുത്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, സോ അടുത്ത ചോദ്യവും ഒരു കറണ്ട് അഫയർ ആണ്. നോക്കിക്കേ: വാട്ട് ഈസ് ദ ഡിസിഗ്നേറ്റഡ് ഗ്ലോബൽ തീം ചോസൺ ബൈ ദ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ഫോർ വേൾഡ് മിൽക്ക് ഡേ 2026? അപ്പൊ 2026 വേൾഡ് മിൽക്ക് ഡേയുടെ തീമായിട്ട് നമ്മളുടെ FAO അഥവാ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ എന്ത് തീമാണ് ചൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വേൾഡ് മിൽക്ക് ഡേയും നാഷണൽ മിൽക്ക് ഡേയും എന്നാണ്? ഞാൻ ഒരു ചോദ്യത്തിൽ നിന്ന് കണക്ട് ചെയ്ത് ഒരു 5-6 പോയിന്റുകൾ പറയുന്നുണ്ട്. ഈ 5-6 പോയിന്റുകൾ നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പോ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ
ആദ്യമേ തുടങ്ങാം അല്ലെ, വർഗീസ് കുര്യന്റെ കാര്യം തൊട്ട് തുടങ്ങാം. അപ്പൊ ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനം November 26 ആണ്. ഈ November 26 ആണ് നമ്മൾ ഇന്ത്യക്കാര് നാഷണൽ മിൽക്ക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതറിയാമല്ലോ, നവംബർ N. ഓക്കെ, നാഷണൽ നവംബർ അങ്ങനെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മളൊരു റീൽ ഇട്ടിരുന്നു, അപ്പൊ കണ്ടിട്ടില്ലാത്തൊരു കാണുക. അപ്പൊ അത് നമ്മൾ പഠിച്ചു. ഇനി വേൾഡ് മിൽക്ക് ഡേ. വേൾഡ് മിൽക്ക് ഡേ എന്നാണ് June 1. ഓക്കെ, വേൾഡ് മിൽക്ക് ഡേ എന്ന് പറയുന്നത് June 1. അപ്പൊ ഇതിന് ഓരോ വർഷവും ഓരോ തീമുകളുണ്ട്. ഈ തീം ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ തീം തീരുമാനിക്കുന്ന ആരാണ്? നമ്മളുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ അഥവാ FAO ആണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഇവര് തീരുമാനിച്ചത് പ്രകാരം 2026 വേൾഡ് മിൽക്ക് ഡേയുടെ തീം എന്താണെന്നാണ് ചോദ്യം. സോ ഓപ്ഷൻ എ ഡയറി നെറ്റ് സീറോ ആൻഡ് സസ്റ്റൈനബിലിറ്റി, ഓപ്ഷൻ ബി ന്യൂട്രീഷ്യസ് ആൻഡ് inclusive food systems, option C celebrating women farmers, option D good food health and life. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് സെലിബ്രേറ്റിംഗ് വുമൺ ഫാർമേഴ്സ്. അപ്പോ നമ്മളുടെ ഡയറി ഇൻഡസ്ട്രിയിൽ, ക്ഷീരോത്പാദന മേഖലയിൽ വനിതാ പ്രവർത്തകരുടെ സാന്നിധ്യം അല്ല, അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ എംപവർമെന്റിന് വേണ്ടിയിട്ട് സ്ത്രീകളുടെ സാന്നിധ്യത്തെ നമ്മൾ ഓണർ ചെയ്യുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു സ്ത്രീകളുടെ സാന്നിധ്യത്തെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ആ ഒരു ആശയമാണ് ഇത്തവണത്തെ നമ്മളുടെ വേൾഡ് മിൽക്ക് ഡേക്ക് ഉള്ളത്, സെലിബ്രേറ്റിംഗ് വുമൺ ഫാർമേഴ്സ്. വുമൺ ഫാർമേഴ്സിനെയാണ് ഇവിടെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്, സെലിബ്രേറ്റിംഗ് വുമൺ ഫാർമേഴ്സ്. ഇപ്പൊ എല്ലാ സ്ത്രീകൾക്ക് ഇത്തിരി പ്രാധാന്യം കൂടുതലാണല്ലേ. നമ്മുടെ പ്രിയദർശിനി വന്നില്ലേ ഫ്രീ ആയിട്ട് KSRTC സ്ത്രീകൾക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെയും വുമൺ ആണ്. അപ്പൊ അങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിക്കാനാട്ടോ പറയുന്നത്. അപ്പൊ അതുപോലെ നമ്മളുടെ മിൽക്ക് ഡേയുടെ കേസിലും ആർക്കാണ് പ്രാധാന്യം കൊടുത്തത്? സ്ത്രീകൾക്ക് ആ പ്രാധാന്യം കൊടുത്തത്. ഓക്കെ, സോ സെലിബ്രേറ്റിംഗ് വുമൺ ഫാർമേഴ്സ് ഈസ് ദ തീം ഓഫ് വേൾഡ് മിൽക്ക് ഡേ 2026. ഇനി ഒരു കാര്യം ഞാൻ പറയാം, ഏതൊരു കാര്യത്തിന്റെയും വേൾഡ് മിൽക്ക് ഡേയോ ഫുഡ് ഡേയോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ, എൻവയോൺമെന്റ് ഡേയോ എന്തോ ആയിക്കോട്ടെ, പഠിക്കുമ്പോൾ 2026 2025 തീം പഠിച്ചു പോവുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനും പാടില്ല. കാരണം 26 തീമും ചോദിക്കാം, 25 തീമും ചോദിക്കാം. 25 തീം എന്തായിരുന്നു? ലെറ്റ്സ് സെലിബ്രേറ്റ് ദ പവർ ഓഫ് ഡയറി. ഡയറിയുടെ, ക്ഷീരമേഖലയുടെ പവറിനെ, ശക്തിയെ സെലിബ്രേറ്റ് ചെയ്യുക. അതായിരുന്നു 2025 വേൾഡ് മിൽക്ക് ഡേയുടെ തീം എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സെലിബ്രേറ്റ് ദ പവർ ഓഫ് ഡയറി. അതാണ് 2025 തീം. 2026 തീം എന്താണ്? സെലിബ്രേറ്റിംഗ് വുമൺ ഫാർമേഴ്സ്. സെലിബ്രേറ്റിംഗ് വുമൺ ഫാർമേഴ്സ്. മനസ്സിലായോ? അപ്പൊ രണ്ട് തീമും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. അതുപോലെ ഈ തീം ചൂസ് ചെയ്ത ആരാണ്? ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ അഥവാ FAO ആണ്. അതും കൂടെ ഓർത്തിരിക്കുക. വേൾഡ് മിൽക്ക് ഡേ എന്നാണ് June 1. നാഷണൽ മിൽക്ക് ഡേ എന്നാണ് November 26. November 26 എന്താണ്? ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനമാണ്. ഇനി ഡോക്ടർ വർഗീസ് കുര്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയുടെ പേരെന്തായിരുന്നു? ഐ ടു ഹാഡ് എ ഡ്രീം. എനിക്കും ഒരു സ്വപ്നം ഉണ്ടായിരുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി. അങ്ങനെ കണക്ട് ചെയ്ത് വേണം പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഒരു കാര്യം പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു 10 കാര്യം ഞാൻ പറയുന്നുണ്ട്. ഈ 10 കാര്യവും ചിലപ്പോൾ 10 മേഖലകളിൽ കിടക്കുന്നതായിരിക്കും. അതുമായി റിലേറ്റ് ചെയ്ത് കുറെ ഫാക്റ്റുകൾ ഉണ്ടാവും. ഇങ്ങനെ വേണം പഠിക്കാൻ. അപ്പൊ ആ ഫാക്റ്റുകളെല്ലാം നിങ്ങൾക്ക് മാക്സിമം പോയിന്റ്സ് ആണ്. എങ്ങനെ വേണമെങ്കിലും ചോദ്യം വരാം. അപ്പൊ ആ പോയിന്റ്സുകളെല്ലാം നിങ്ങൾ എടുത്തു പഠിക്കുക. കാരണം നമ്മൾ എന്താണ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സസ് ഓൾമോസ്റ്റ് ഒരു 4 മൊഡ്യൂളോളം കഴിഞ്ഞു. കുറച്ച് ടോപ്പിക്സ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു തിയറി അറിയാം. ആ തിയറിയിൽ നിന്നും ഇനി ഏതൊക്കെ രീതിയിൽ ചോദ്യം വരാമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എങ്ങനെ ചോദ്യം വരാമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാം സർവൈവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമുക്ക് തിയറി അറിയാമെങ്കിൽ കൂടി നമുക്ക് ചിലപ്പം MCQs കൺഫ്യൂസിങ് ആയിട്ട് തോന്നാം. കാരണം സിമിലർ ആയിട്ടുള്ള ഓപ്ഷനുകളൊക്കെ. അപ്പൊ അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം MCQs വർക്ക്ഔട്ട് ചെയ്യണം. അത് മാത്രമാണ് വിജയമന്ത്രം. ഞാൻ പറയുന്നു ഏറ്റവും കൂടുതൽ ടെസ്റ്റുകൾ നമ്മളിപ്പോൾ മാസ്റ്റർ കീയിൽ ഡെയിലി നിങ്ങൾക്ക് കുറെ MCQs പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പീരിയോഡിക് ആയിട്ട് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്സിന്റെയും MCQs റിവിഷൻ എക്സാമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരെണ്ണം പോലും മിസ്സാക്കാതെ കൃത്യമായിട്ട് നിങ്ങൾ MCQs വർക്ക്ഔട്ട് ചെയ്യുക. ഇതുപോലത്തെ റിവിഷൻ ക്ലാസ്സുകൾ, MCQ ഡിസ്കഷൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക.
ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ ഓപ്ഷനുകളിൽ കാണുന്ന പുതിയ ടേമുകൾ, അതുപോലെ തന്നെ അതുമായി റിലേറ്റ് ചെയ്ത ഫാക്റ്റുകൾ, ഇതൊക്കെ ഒന്നിച്ചങ്ങ് പഠിച്ചു പോവുക. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട്, വേണമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും A to Z പഠിച്ചു പോകാനുള്ള സമയം നമ്മുടെ മുന്നിലുണ്ട്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Which diagnostic dye is utilized in the rapid regulatory screening test to detect the illegal adulteration of milk with urea? അപ്പോ പാലിൽ യൂറിയ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അഡൾട്ടറേഷൻ ആയിട്ട് യൂറിയ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് പ്രോട്ടീൻ കണ്ടന്റ് ഒക്കെ കൂടുതലായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അഡീഷണലി യൂറിയ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പാലിൽ നേർത്ത ചെറിയ അളവിൽ യൂറിയ ഉണ്ടാകാം, പക്ഷെ അതല്ലാതെ ഇന്റൻഷനലി യൂറിയ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടെത്താനുള്ള ടെസ്റ്റ് അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന ഡൈ ഏതാണെന്നാണ്, ഡയഗ്നോസ്റ്റിക് ഡൈ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ പാരാഡൈമീഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡ് അല്ലെങ്കിൽ DMAB. ഓക്കെ, പാരാഡൈമീഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡ്, അതാണ് ഓപ്ഷൻ എ വരുന്നത്. ഓപ്ഷൻ ബി മെത്തിലിൻ ബ്ലൂ, ഓപ്ഷൻ സി റെസാസുറിൻ സോഡിയം സാൾട്ട്, ഓപ്ഷൻ ഡി ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ. ഓക്കെ, 4ഉം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അല്ലെങ്കിൽ ടെസ്റ്റുകൾ പഠിക്കുമ്പോൾ ഒരുപാട് ടെസ്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലെവിടെ എന്ത് റിയേജന്റ് ഉപയോഗിക്കുന്നു, എന്ത് ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്, എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിയേജന്റ് ഉപയോഗിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോ കറക്റ്റ് ആൻസർ വരുന്നത് പാരാഡൈമീഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡ് അല്ലെങ്കിൽ DMAB ആണ്. നമ്മള് യൂറിയ അഡൾട്ടറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പേനയുടെ നിറം യെല്ലോ. ഓക്കെ, അപ്പൊ യൂറിയ, പാരാഡൈമീഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡ്, യെല്ലോ, ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. യെല്ലോ, ഇത്രയും കാര്യം ഉണ്ടല്ലോ. ഇനി നമുക്ക് ഈ ഒരു ടെസ്റ്റ്, യൂറിയയുടെ അഡൾട്ടറേഷൻ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നോക്കിക്കേ. പാരാഡൈമീഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡ് അല്ലെങ്കിൽ DMAB എന്ന് പറയുന്നത് അതിന്റെ മറ്റൊരു പേരാണ് എന്ത്? എർലിച്ച് റിയേജന്റ്. എന്താണ് എർലിച്ച് റിയേജന്റ്? ഇറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് കെമിക്കൽ റിയേജന്റ് യൂസ്ഡ് ഫോർ റാപ്പിഡ് ഡിറ്റക്ഷൻ ആൻഡ് ക്വാണ്ടിഫിക്കേഷൻ ഓഫ് യൂറിയ ഇൻ മിൽക്ക്. പാലിൽ അടങ്ങിയിട്ടുള്ള യൂറിയയുടെ അളവ് കണക്കാക്കാൻ വേണ്ടിയിട്ടും യൂറിയ അഡൾട്ടറേഷനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് DMAB ടെസ്റ്റ് അല്ലെങ്കിൽ എന്താണ് പാരാഡൈമീഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡ് ടെസ്റ്റ് അല്ലെങ്കിൽ എൽറിച്ച് റിയേജന്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ടെസ്റ്റ്. അപ്പൊ ഇതിന്റെ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ എന്താണ്, ആദ്യം നമ്മൾ 5 ml പാലെടുത്തു, അതേപോലെ തന്നെ 5 ml DMAB റിയേജന്റും എടുത്തു. അപ്പൊ DMAB റിയേജന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ടിപ്പിക്കലി പ്രിപ്പയർഡ് ബൈ ഡിസോൾവിംഗ് DMAB ഇൻ ഈഥൈൽ ആൽക്കഹോൾ. അപ്പം ഈ DMAB അല്ലെങ്കിൽ പാരാഡൈമീഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡിനെ നമ്മൾ എന്തിലാണ് ഡിസോൾവ് ചെയ്യുന്നത്? ഈഥൈൽ ആൽക്കഹോളിലാണ് ഡിസോൾവ് ചെയ്യുന്നത്. അങ്ങനെ ഈഥൈൽ ആൽക്കഹോൾ ഡിസോൾവ് ചെയ്തിട്ട് അതിലേക്ക് എന്ത് ആഡ് ചെയ്യുന്നു? കുറച്ച് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുന്നു. എന്താണ് ആഡ് ചെയ്യുന്നത്? HCl ആണ് ആഡ് ചെയ്യുന്നത്. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള HCl ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഒരു സൊല്യൂഷൻ ആയല്ലോ. അതും 5 ml എടുത്തു, 5 ml പാലും എടുത്തു. എന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നു. അങ്ങനെ തറവായിട്ട് മിക്സ് ചെയ്യുമ്പോഴേക്കും അവിടെ ഒരു കളർ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ അതിനകത്ത് യൂറിയയുടെ അഡൾട്ടറേഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. സോ പ്യുവർ ആയിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള യൂറിയ അഡൾട്ടറേഷൻ ഇല്ലാത്ത പാലാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു ലൈറ്റ് യെല്ലോ അല്ലെങ്കിൽ ഒരു ഗ്രീനിഷ് യെല്ലോ കളർ ആയിരിക്കും ഫോം ചെയ്യുന്നത്. അങ്ങനെ കാണുകയാണെങ്കിൽ നോർമൽ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് അതിൽ അടങ്ങിയിട്ടുള്ള വളരെ നേർത്ത രീതിയിലുള്ള യൂറിയ കണ്ടന്റ് മാത്രമാണ് അതിലുള്ളതെന്ന് നമുക്ക് ഉറപ്പുവരുത്താം. ലൈറ്റ് യെല്ലോ അല്ലെങ്കിൽ ഒരു ഗ്രീനിഷ് യെല്ലോ കളറാണ് കാണപ്പെടുന്നതെങ്കിൽ അത് പ്യുവർ ആയിട്ടുള്ള പാലാണ്, യൂറിയ അഡൾട്ടറേഷൻ ഇല്ല. ഇനി അതുകൂടാതെ അഡൾട്ടറേറ്റഡ് ആയിട്ടുള്ള പാലാണ്, അതിനകത്ത് ആവശ്യത്തിലധികം യൂറിയ കണ്ടന്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇന്റൻഷനലി അതിലേക്ക് യൂറിയ ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്ത് കാണും? ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഡീപ്പ് യെല്ലോ കളർ ഉണ്ടാകും, ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള നല്ല യെല്ലോ കളർ ഉണ്ടാകും. അതെന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ആഡഡ് യൂറിയ ഈസ് പ്രസന്റ് എന്ന് പറയുന്നു. ആഡഡ് യൂറിയ ഈസ് പ്രസന്റ്. അപ്പോ ഓർക്കേണ്ട കാര്യം, പാരാഡൈമീഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡ് അതിനെ എന്ത് പറയുന്നു? എർലിച്ച് റിയേജന്റ് എന്ന് പറയുന്നു. എന്തിന്റെ ഡിറ്റക്ഷൻ ആൻഡ് ക്വാണ്ടിഫിക്കേഷൻ വേണ്ടിയാണ്? യൂറിയ ഇൻ മിൽക്ക്. 5 ml പാലെടുക്കുന്നു, 5 ml DMAB റിയേജന്റ് എടുക്കുന്നു. DMAB റിയേജന്റിനെ നമ്മൾ എന്തിലാണ് ഡിസോൾവ് ചെയ്തത്? ഈഥൈൽ ആൽക്കഹോളിലാണ് ഡിസോൾവ് ചെയ്തത്. അതിലേക്ക് എന്ത് ആസിഡ് ആണ് ആഡ് ചെയ്യുന്നത്? കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ആഡ് ചെയ്തത്. അങ്ങനെ ആ DMAB റിയേജന്റിനെ ഉണ്ടാക്കുന്നു. അതിലേക്ക് 5 ml പാൽ ആഡ് ചെയ്യുന്നു, നല്ല രീതിക്ക് മിക്സ് ചെയ്യുന്നു. ലൈറ്റ് യെല്ലോ കളർ അല്ലെങ്കിൽ ഒരു ഗ്രീനിഷ് യെല്ലോ കളർ ആണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അവിടെ സ്വതസിദ്ധമായ നാച്ചുറൽ ആയിട്ടുള്ള യൂറിയ മാത്രമേ ഉള്ളൂ, അവിടെ അഡൾട്ടറേഷൻ നടന്നിട്ടില്ല, പ്യൂർ ആയിട്ടുള്ള പാലാണ്. അതല്ല
ഡീപ്പായിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള യെല്ലോ കളർ കാണുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അതിലേക്ക് ആഡഡ് യൂറിയ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് അഡൾട്ടറേഷൻ നടന്നിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ? ഇത് സ്ഥിരമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ടുള്ള സെൻട്രൽ എക്സാമുകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതുപോലെ നമ്മളുടെ പ്ലാറ്റ്ഫോം ടെസ്റ്റുകൾ, അല്ലെങ്കിൽ MBRT ടെസ്റ്റ്, റസാസുറിൻ ടെസ്റ്റ്, അങ്ങനെ കുറെ ടെസ്റ്റുകൾ പറഞ്ഞില്ലേ, എസ്പെഷ്യലി പേരെടുത്ത് പറയുന്ന ടെസ്റ്റുകൾ ഉണ്ടല്ലോ, അത് അങ്ങനത്തെ ഹീറ്റ് സ്റ്റെബിലിറ്റിയുടെ കാര്യങ്ങളിലൊക്കെ ഉള്ള ടെസ്റ്റ്, അസിഡിറ്റി ടെസ്റ്റ്, ടൈട്രബിൾ അസിഡിറ്റി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനത്തെ ടെസ്റ്റുകളെല്ലാം പഠിക്കുക. പിന്നെ റിവിഷന്റെ ഒക്കെ ടൈം ആകുമ്പോൾ വേണമെങ്കിൽ ഞാൻ എല്ലാം ടേബിൾ ആക്കി തരാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാൻ പറ്റുന്ന രീതിക്ക്. എന്നാലും എല്ലാത്തിന്റെയും പ്രോട്ടോകോൾ ഉൾപ്പെടെ നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറയും. ഇനി കളർ റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകളാണെങ്കിൽ എന്ത് കളറാണ് ഫോം ചെയ്യുന്നത്, അഡൾട്രേഷൻ ഉണ്ടെങ്കിൽ എന്ത് കളർ, നോർമൽ ആണെങ്കിൽ എന്ത് കളർ, എന്ത് റിയേജന്റ് ആണ് ഉപയോഗിച്ചത്, അതിനകത്ത് എന്ത് ആസിഡ് ആണ് ഉപയോഗിച്ചത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിപ്പോണം കേട്ടോ. അതുപോലെ ഇപ്പം ക്ലോട്ടോൺ ബോയിലിംഗ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ MBRT ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ഡൈ ഏതാണ്, മെത്തിലിൻ ബ്ലൂ ആണ്, ഇങ്ങനത്തെ കാര്യങ്ങളില്ലേ, അല്ലെങ്കിൽ ഇത്ര ടൈമിന് ഇന്ന കളർ വേരിയേഷൻ ഇത്ര ടൈം എടുക്കുന്നു, അപ്പൊ ആ പാല് നല്ലതാണോ മോശമാണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു പോകണം കേട്ടോ. ടെസ്റ്റുകൾ പഠിക്കുമ്പോൾ എല്ലാം പഠിക്കണം. ടെസ്റ്റുകൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇൻ ഇൻഡസ്ട്രിയൽ ഡയറി മൈക്രോബയോളജി, കോൾഡ് ടോളറന്റ് ബാക്ടീരിയ ദാറ്റ് ക്യാൻ സർവൈവ് ആൻഡ് proliferate at refrigeration temperatures around 4 to 7 degrees Celsius and cause spoilage in stored pasteurized milk are classified as. അപ്പോൾ സ്റ്റോർഡ് ആയിട്ടുള്ള പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള പാല് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നു. ഈ ഫ്രിഡ്ജിലെ കണ്ടീഷൻ, അതായത് ഒരു 4 to 7 degrees Celsiusലൊക്കെ അവിടെ ഗ്രോ ചെയ്യാൻ സാധ്യതയുള്ള ബാക്ടീരിയയെ അല്ലെങ്കിൽ അങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ തെർമോഫിലിക് ബാക്ടീരിയ, ഓപ്ഷൻ ബി മീസോഫിലിക് ബാക്ടീരിയ, ഓപ്ഷൻ സി സൈക്രോട്രോഫിക് ബാക്ടീരിയ, ഓപ്ഷൻ ഡി ഹാലോഫിലിക് ബാക്ടീരിയ. കറക്റ്റ് ആൻസർ വരുന്നത് സൈക്രോട്രോഫിക് ബാക്ടീരിയ ആണ്. സൈക്രോട്രോഫിക് ബാക്ടീരിയ, അതായത് റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ റെഫ്രിജറേറ്റഡ് കണ്ടീഷനിൽ ഗ്രോ ചെയ്യുന്ന ഒരു 4 to 7 degrees Celsiusലൊക്കെ സുഖമായിട്ട് സർവൈവ് ചെയ്യുകയും പാലിനെ കണ്ടാമിനേറ്റ് ചെയ്ത് സ്പോയിലേജിന് കാരണമാവുകയും ചെയ്യുന്ന ബാക്ടീരിയകളെ നമ്മൾ എന്ത് പറയുന്നു? സൈക്രോട്രോഫിക് ബാക്ടീരിയകളെ. പാലിനെ സ്പോയിൽ ചെയ്യുന്ന ബാക്ടീരിയ എന്നല്ല കേട്ടോ, എന്തോ ആയിക്കോട്ടെ, എന്ത് സ്പോയിലേജ് ആയിക്കോട്ടെ, റെഫ്രിജറേറ്റഡ് കണ്ടീഷൻ, ആ ടെമ്പറേച്ചറിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പേരാ സൈക്രോട്രോഫിക് കേട്ടോ. അത് അങ്ങനെ ചിന്തിക്കരുതേ. അപ്പം ആ ഒരു റെഫ്രിജറേറ്റഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ഫ്രിഡ്ജിലെ ടെമ്പറേച്ചറിൽ പോലും സർവൈവ് ചെയ്യാൻ പറ്റുന്ന, വളരെ കോൾഡ് കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് സൈക്രോട്രോഫിക് ബാക്ടീരിയ. അപ്പോ ഈ എക്സാമ്പിൾ അല്ലെങ്കിൽ ഓപ്ഷനുകളിൽ കൊടുത്തിട്ടുള്ള ബാക്കി ആൾക്കാരെ കൂടെ നമ്മൾ പഠിക്കണം. സോ നോക്കിക്കേ, തെർമോഫിലിക് ബാക്ടീരിയ. ഫിലിക് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് അറിയാവോ? ലവിങ്, പ്രണയമാണ്. ഓക്കെ, തെർമോ ടെമ്പറേച്ചർ, അപ്പൊ ടെമ്പറേച്ചറിനോട് പ്രണയമുള്ള ബാക്ടീരിയ, അല്ലെങ്കിൽ ഭയങ്കര ഹയർ ടെമ്പറേച്ചർ സർവൈവ് ചെയ്യാൻ പറ്റുന്ന, ഇച്ചിരി ചൂടൊക്കെ എടുത്തോട്ടെ കുഴപ്പമില്ല ഞാൻ സർവൈവ് ചെയ്യും എന്ന് പറയുന്ന ബാക്ടീരിയയെ നമ്മൾ എന്ത് വിളിക്കുന്നു? തെർമോഫിലിക് ബാക്ടീരിയ എന്ന് വിളിക്കുന്നു. These organisms thrive at relatively high temperatures, typically 45 to 80 degrees Celsius. They are essential in high temperature cheese making, such as for Streptococcus thermophilus. Streptococcus thermophilus in hard cheeses like പാർമിജിയാനോ, റെമിജിയാനോ. ഓക്കെ, ഒന്നും ഓർക്കണ്ട, സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസ്, അതിന്റെ പേരിൽ തന്നെയുണ്ട് തെർമോഫിലസ്. അപ്പോ ഹൈ ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന, ഹീറ്റ് ലവിങ് ആയിട്ടുള്ള, ടെമ്പറേച്ചർ ലവിങ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് തെർമോഫിലിക് ബാക്ടീരിയ. ഇനി മീസോഫിലിക് ബാക്ടീരിയ, ഏറ്റവും കൂടുതൽ മൈക്രോ ഓർഗാനിസംസ് മീസോഫിലിക് ആണ്. അതായത് സാധാരണ റൂം ടെമ്പറേച്ചറിൽ സുഖമായി സർവൈവ് ചെയ്യുന്ന ആൾക്കാരാണ് മീസോഫിലിക് ബാക്ടീരിയ. ദീസ് ബാക്ടീരിയ ഗ്രോ ബെസ്റ്റ് അറ്റ് മോഡറേറ്റ് ടെമ്പറേച്ചേഴ്സ്, ജനറലി ബിറ്റ്വീൻ 20 degrees Celsius to 45 degrees Celsius, and they include many common started cultures such as Lactococcus lactis in various dairy fermentation processes. അപ്പോ സാധാരണ റൂം ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യുന്ന ബാക്ടീരിയയെ നമ്മൾ എന്ത് വിളിക്കുന്നു? മീസോഫിലിക് ബാക്ടീരിയ, മോഡറേറ്റ് ടെമ്പറേച്ചറിൽ. ഇനി അടുത്തത് സൈക്രോട്രോഫിക് ബാക്ടീരിയ. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്? ദേ ആർ ഓർഗാനിസംസ് ദാറ്റ് ഗ്രോ അറ്റ് റെഫ്രിജറേഷൻ ടെമ്പറേച്ചേഴ്സ്, അതായത് ഒരു 0 to 7 degrees Celsius അല്ലെങ്കിൽ 4 to 7 degrees Celsiusലൊക്കെ സർവൈവ് ചെയ്യുന്ന, അവരുടെ ഒപ്റ്റിമം ഗ്രോത്ത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതായിരിക്കും. ദേ ആർ സിഗ്നിഫിക്കന്റ് ഇൻ ഡയറി ഇൻഡസ്ട്രി ബിക്കോസ് ദേ കോസ് സ്പോയിലേജ് ഈവൻ ഇൻ റെഫ്രിജറേറ്റഡ് മിൽക്ക്. അപ്പൊ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോലും പാല് കേടായി പോയെങ്കിൽ അതിന് കാരണക്കാരൻ ആരായിരിക്കും? സൈക്ലോട്രോഫിക് ബാക്ടീരിയ ആയിരിക്കും. പക്ഷെ പാല് കേടാക്കുന്ന ബാക്ടീരിയ എന്ന് പഠിക്കരുത്,
ലോവർ ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ബാക്ടീരിയ എന്ന് മാത്രം പഠിക്കുക. കാരണം എന്താണ്, പാലിന് മാത്രമല്ല, ചിലപ്പം വേറെ കണ്ടീഷന് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും സൈക്ലോട്രോഫിക് ബാക്ടീരിയക്ക്. അപ്പൊ പാലുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കേണ്ട, ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെടുത്തി വേണം ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഹാലോഫിലിക് ബാക്ടീരിയ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫിലിക് എന്ന് പറഞ്ഞാൽ ലവിങ് ആണെന്ന്. ഹാലോഫിലിക് എന്ന് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സോൾട്ട് ലവിങ് ആണ്. അവർക്ക് ഉപ്പിനോടാണ് പ്രണയം. ഓക്കെ, അപ്പം സലൈനായിട്ടുള്ള, ഇപ്പം കടൽ വെള്ളം അല്ലെങ്കിൽ അങ്ങനത്തെ ഏരിയയിലൊക്കെ കാണുന്ന ബാക്ടീരിയ ഉണ്ടാവും അല്ലെ. അപ്പൊ സലൈൻ കണ്ടീഷൻ അല്ലെങ്കിൽ സോൾട്ട് കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ ത്രൈവ് ചെയ്യാൻ, സർവൈവ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹാലോഫിലിക് ബാക്ടീരിയ എന്ന് വിളിക്കുന്നത്. These are salt loving organisms that thrive in high salinity environments and they play a specific role in surface ripening cheese. അപ്പൊ സർഫസ് റൈപ്പണിംഗ് ചീസുകളുടെ ഒക്കെ കാര്യത്തിൽ ഇവർക്കൊരു പ്രത്യേക റോൾ ഉണ്ട്. There were high salt concentrations in brine encourages the growth of specific organisms such as Brevibacterium linens. അപ്പൊ Brevibacterium linensന്റെ ഒക്കെ ഗ്രോത്തിന് സഹായിക്കുന്നു. സർഫസിൽ എന്താണ്, ഹൈ സോൾട്ട് കണ്ടന്റ് ഒക്കെ ഉള്ള, ഇപ്പൊ ബ്രൈനിലൊക്കെ ഇട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഉപ്പ് സൊല്യൂഷനിലൊക്കെ ഇടുന്ന സംഭവങ്ങളിലൊക്കെ ഗ്രോ ചെയ്യാൻ പറ്റുന്ന, ഒന്നും വേണ്ട, ഇത്ര ഓർത്താൽ മതി. സോൾട്ട് ലവിങ് ആണ്, ഹാലോഫിലിക് എന്ന് ഓർത്താൽ മതി, അത്ര ഓർത്താൽ മതി. വെറുതെ എന്തിനാ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്? അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ടേംസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ റിലേറ്റഡ് ആയിട്ടാണ് കൂടുതലും പറഞ്ഞത്. തെർമോഫിലിക് എന്ന് പറയുമ്പോൾ ഹൈ ടെമ്പറേച്ചർ, മീസോഫിലിക് എന്ന് പറയുമ്പോൾ മോഡറേറ്റ് ടെമ്പറേച്ചർ, സൈക്രോട്രോഫിക് എന്ന് പറയുമ്പോൾ ലോവർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ റെഫ്രിജറേറ്റഡ് കണ്ടീഷൻ, പിന്നെ ഹാലോഫിലിക് എന്ന് പറയുമ്പോൾ എന്താണ്, സലൈനിറ്റി കൂടിയ സ്ഥലങ്ങളിൽ സർവൈവ് ചെയ്യുന്ന ബാക്ടീരിയ എന്ന് പറഞ്ഞു. ഇതുപോലെ നമ്മൾ പഠിക്കേണ്ട ഒരു സംഭവം കൂടിയുണ്ട്. എന്താണ്? ഓക്സിജന്റെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും ഗ്രോ ചെയ്യുന്ന ബാക്ടീരിയകൾ. ഇവരെ കുറിച്ച് കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോയേക്കാം. എന്താണ്? ഒബ്ലിഗേറ്റ് എയറോബ്സ്. ഒബ്ലിഗേറ്റ് എയറോബ്സ് എന്ന് പറഞ്ഞാൽ ദേ റിക്വയർ ഓക്സിജൻ ടു സർവൈവ് ഓർ ഗ്രോ. അവർക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടി ഓക്സിജൻ ഉണ്ടായേ പറ്റൂ. ഓക്സിജൻ ഇല്ലെങ്കിൽ ഞാനില്ല, അത്രയും അഭേദ്യമായ പ്രണയമാണ് അവർ തമ്മിൽ. ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രം സർവൈവ് ചെയ്യുന്ന ട്രൂ ലവേഴ്സ് ആണ് ആര്? obligate aerobes, only in presence of oxygen. ഓക്കെ, അപ്പം അതിനുദാഹരണമാണ് സർഫസ് മോൾഡുകൾ, പെൻസിലിയം, ക്യാമംബർട്ടി, അല്ലെങ്കിൽ എന്താണ് ചില ഫിലിം ഈസ്റ്റുകൾ. അതൊക്കെ ചീസിന് റിൻഡ് ഫോം ചെയ്യുന്ന, ചീസിന്റെ പുറത്ത് ഇങ്ങനെ ഒരു റിങ്കിൾഡ് രീതിയിലുള്ള ഇങ്ങനെ ചൊറി പിടിച്ച പോലെ വളരത്തില്ലേ? അപ്പൊ അങ്ങനത്തെ ആ ഒരു സംഭവമൊക്കെ ഫോം ചെയ്യുന്നത് ആരാണ്? ഇങ്ങനത്തെ സർഫസിൽ ഗ്രോ ചെയ്യുന്നത്. അതായത് അവർക്ക് ഓക്സിജൻ വേണം. അപ്പം ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പറ്റില്ല, പുറമത്തെ ആയിരിക്കും, സർഫസ് ആയിരിക്കും. അപ്പൊ എയറോബിക് ആയിട്ടുള്ള ആൾക്കാർ, ഒന്നും വേണ്ട, പേരും എക്സാമ്പിൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ ഇത്ര ഓർക്കുക. ഒബ്ലിഗേറ്റ് എയറോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓക്സിജന്റെ പ്രസൻസിൽ സർവൈവ് ചെയ്യുന്ന ആൾക്കാരാണ് ഒബ്ലിഗേറ്റ് എയറോബ്സ്. ഇനി ഒബ്ലിഗേറ്റ് അനെയറോബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് ഓക്സിജൻ ഇഷ്ടമല്ല. എന്താണ്? ഓക്സിജൻ ഈസ് ടോക്സിക് ഫോർ ദം ആൻഡ് ദേ ഗ്രോ ഓൺലി ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ ഉണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ലെന്നേ. ഓക്സിജൻ ഇല്ലാത്ത അനെയറോബിക് കണ്ടീഷനിൽ മാത്രം സർവൈവ് ചെയ്യുന്ന ആൾക്കാരാണ് ഒബ്ലിഗേറ്റ് അനെയറോബ്സ്. സ്പോയിലേജ് ഓർഗാനിസംസ്. ഈ ഒബ്ലിഗേറ്റ് അനെയറോബ്സ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ആരാണ്? ക്ലോസ്ട്രീഡിയം ആണ് കേട്ടോ. ക്ലോസ്ട്രീഡിയം ടൈറോബ്യൂട്ടൈറിയക്കം അല്ലെങ്കിൽ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. ഇവരൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ അനെറോബിക് കണ്ടീഷനിൽ ഓക്സിജന്റെ ആബ്സെൻസിലായിരിക്കും ഗ്രോ ചെയ്യുന്നത്. എന്നിട്ട് ഇവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ എന്താണ്? ബ്ലോയിങ് ഡീപ്പ് ഇൻസൈഡ് പ്രസ്ഡ് ചീസ്. അപ്പൊ ഒന്നും ആലോചിക്കേണ്ട, ഈ ക്ലോസ്ട്രീഡിയം പോലുള്ള സ്പീഷീസുകൾക്ക് ഓക്സിജന്റെ പ്രസൻസിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അവര് കംപ്ലീറ്റ്ലി അനെറോബിക് ആയിട്ടുള്ള കണ്ടീഷനിൽ മാത്രമേ ഗ്രോ ചെയ്യുള്ളൂ. ചിലപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒക്കെ പ്രസൻസിൽ സർവൈവ് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡിനെ പ്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ അടുത്തത് ഫാക്കുൾറ്റേറ്റീവ് അനെറോബ്സ്. ഇത് ഓർത്തിരിക്കണേ. ഫാക്കുൾറ്റേറ്റീവ് അനെറോബ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഓക്സിജൻ ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമാണ്. പക്ഷെ ഓക്സിജൻ ഇല്ലെങ്കിലും അവരെന്ത് ചെയ്യും? സർവൈവ് ചെയ്യും. ബൈ സ്വിച്ചിങ് ടു ഫെർമെന്റേഷൻ. അവർ ഫെർമെന്റേഷൻ പാത്വേ എടുത്തിട്ട് അവർ സർവൈവ് ചെയ്യും. അതായത് ഇപ്പം ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ ഓക്കെ കൊള്ളാം, ഒരു ലവറൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം, ഇടയ്ക്കൊന്ന് കറങ്ങാൻ പോകാനൊക്കെ കൊള്ളാം. പക്ഷെ ആളില്ലെങ്കിലും എന്താണ്? ഞാൻ സ്ട്രോങ് ആയിട്ട് എന്റെ കാര്യം നോക്കി പോകും. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവില്ലേ? എന്താണ്? നല്ല സെൽഫ് ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ. അല്ലെങ്കിൽ അവർക്കൊരു അൾട്ടർനേറ്റീവ് രീതി ഉണ്ടാവും. ആരെയും അങ്ങനെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യില്ല. അങ്ങനെ ഓക്സിജനെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യാത്ത ആൾക്കാരാണ് ഫാക്കുൾറ്റേറ്റീവ് അനെറോബ്സ്. ഫാക്കുൾറ്റേറ്റീവ് അനെറോബ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓക്സിജൻ ഉണ്ടെങ്കിൽ അവർ ഹാപ്പിയാണ്. പക്ഷെ ഓക്സിജൻ ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഫെർമെന്റേഷൻ പാത്വേ എടുത്തുകൊണ്ട് അവർ സർവൈവ് ചെയ്യുക തന്നെ ചെയ്യും. ഓക്കെ,
അപ്പൊ മോസ്റ്റ് ഓഫ് ദ സ്റ്റാർട്ടഡ് കൾച്ചേഴ്സ് ഫോർ എക്സാമ്പിൾ എന്താണ് ലാക്ടോകോക്കസ്, ലാക്ടോബാസിലസ്, ഇതൊക്കെ എന്താണ് ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷനിലേക്ക് വിധേയമാകുന്നു. പക്ഷെ ഇൻ കേസ് ഓക്സിജൻ ഉണ്ടെങ്കിൽ അവരെന്താണ് സാധാ പോലെ ജീവിച്ചു പോകും. ഓക്സിജൻ ഇല്ലെങ്കിൽ അവർ ഫെർമെന്റേഷന് വിധേയമാകും. അങ്ങനെ ഇപ്പം കേർഡിന്റെ പ്രൊഡക്ഷൻ, ചീസിന്റെ പ്രൊഡക്ഷൻ ഇതിനകത്തൊക്കെ ഇൻവോൾവ് ആവുന്നുണ്ട്. സോ ദേ ആർ നോൺ ആസ് ഫാക്കൽറ്റേറ്റീവ് അനേറോബ്സ്. ഓക്സിജൻ ഉണ്ടെങ്കിൽ ഓക്കെ, ഓക്സിജൻ ഇല്ലെങ്കിൽ പ്രശ്നമില്ല, ഞാൻ ഫെർമെന്റേഷൻ ഒക്കെ വിധേയമായിട്ട് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകും എന്ന് പറയുന്ന ആൾക്കാരാണ് ഫാക്കൽറ്റേറ്റീവ് അനേറോബ്സ്. അടുത്തൊരാളെ കൂടെ പരിചയപ്പെടാം, മൈക്രോ എയറോഫൈൽസ്. മൈക്രോ എയറോഫൈൽസ് ഇത് കുറച്ച് റയർ ആയിട്ട് സാധാരണ അങ്ങനെ കേൾക്കാത്ത ആളാണല്ലേ. അപ്പൊ ഒന്ന് നോക്കിക്കേ, ദേ റിക്വയർ ലോ ലെവൽസ് ഓഫ് ഓക്സിജൻ, വളരെ കുറവ് ഓക്സിജൻ മാത്രം ആവശ്യമായ, ഏകദേശം ഒരു 2 to 10% മാത്രം ഓക്സിജൻ മതി അവർക്ക്. ഇച്ചിരി ഓക്സിജൻ, ഒരു തൊട്ടുകൂട്ടാൻ ഒരു അച്ചാറ് പോലെ ഒരു ഇച്ചിരി ഓക്സിജൻ മതി ഇവർക്ക്. പക്ഷേ ഒരുപാട് ഓക്സിജൻ അവർക്ക് വേണ്ട, അവർക്ക് ഇഷ്ടമല്ല, ഒരുപാടൊന്നും വേണ്ട, ഭയങ്കരമായിട്ട് അങ്ങനെ സ്നേഹിച്ചു കൊല്ലുന്നൊന്നും അവർക്ക് ഇഷ്ടമല്ല. കുറച്ചൊരു സ്നേഹം, കുറച്ചൊരു പരിഗണന, അതാരായാലും ആഗ്രഹിക്കില്ലേ. അങ്ങനത്തെ ആൾക്കാരാണ് നമ്മുടെ മൈക്രോ എയറോഫൈൽസ്. അവർക്കൊരു 2 to 10% മാത്രമാണ് ഓക്സിജന്റെ ആവശ്യം. സം സ്പീഷീസ് ഇൻവോൾവ് ഇൻ സ്പെസിഫിക് സർഫസ് റൈപ്പനിങ് സക്സഷൻസ്. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള സർഫസ് റൈപ്പനിങ് ചീസിന്റെ ഒക്കെ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ചില സ്പീഷീസുകളൊക്കെ ഇങ്ങനെയാണ്, മൈക്രോ എയറോഫൈലുകളാണ്. അവർക്ക് എന്ത് വേണം, വെരി ലോ ലെവൽ ഓഫ് ഓക്സിജൻ ആണ് ആവശ്യം, ഒരു 2 to 10% മാത്രമാണ് ആവശ്യം. അതായത് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ എത്രയാണ്, 21% വരെ. അപ്പൊ അത്രയൊന്നും അവർക്ക് വേണ്ട, വെറും ഒരു 2 to 10% ഒക്കെ കിട്ടിയാൽ മതി, അവന്മാര് സന്തോഷമായിട്ട് ജീവിച്ചോളും. ക്ലിയർ ആണല്ലോ. സോ അടുത്ത ചോദ്യം, ഇങ്ങനത്തെ കറണ്ട് അഫയേഴ്സ് ഇഷ്ടം പോലെ വരും കേട്ടോ. അപ്പൊ ഇതൊക്കെ പഠിച്ചു പോണേ. ഞാനിപ്പോ കുറച്ച് മിക്സ്ഡ് ആയിട്ട് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ വരാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് ഇടുന്നത്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ട്സ് പറഞ്ഞു പോകുന്നുണ്ട്, ഒന്നും മിസ്സാക്കരുത്. കാരണം ചിലപ്പോൾ ഞാൻ ഇട്ട ക്വസ്റ്റ്യൻ ആയിരിക്കില്ല നിങ്ങൾക്ക് വരുന്നത്, പക്ഷേ ഈ ക്വസ്റ്റ്യനെ റിലേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞൊരു ഫാക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. അപ്പം ഒരെണ്ണം പഠിക്കുമ്പോൾ അതുമായിട്ട് ഇന്റർലിങ്ക് ചെയ്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്ത് പോകണം കേട്ടോ. സോ the government of India manages a digital database and animal identification network called Information Network for Animal Productivity and Health. അപ്പോ ഇങ്ങനെയും ചോദ്യം വരാം, INAPH എന്താണ്? INAPH എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ഫോർ ആനിമൽ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഹെൽത്ത്. ആനിമൽ പ്രൊഡക്ടിവിറ്റിക്കും ഹെൽത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ആണ്. ഓക്കെ, INAPH ഫുൾ ഫോം നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം, INAPH. ഇനി ഇതാരാണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ എന്താണിതെന്ന് ആദ്യം മനസ്സിലാക്കി. ഒരു ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു IT ഇൻഫ്രാസ്ട്രക്ചർ ഡാറ്റാബേസ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളെയൊക്കെ നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോ ഇവര് എങ്ങനെ, എന്തിന്റെ കീഴിലാ വരുന്നേ, ആരാ കൊണ്ടുവന്നേ? നമ്മുടെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാ കൊണ്ടുവന്നേ. ആരുടെ കൂടെ ചേർന്നിട്ട്? ഇൻ കൊളാബറേഷൻ വിത്ത് ആരുമായിട്ടാണ്? എൻഫോഴ്സസ് എന്ന് കേട്ടിട്ടുണ്ടോ? എൻഫോഴ്സസും നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡും കൂടെ ചേർന്നിട്ട് കൊണ്ടുവന്ന ഒരു ഇൻഫർമേഷൻ നെറ്റ്വർക്കാണ് INAPH. INAPH എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളുക. കാരണം ചിലപ്പോൾ INAPH ആയിരിക്കില്ല ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? വാട്ട് യുണീക് ഐഡന്റിഫിക്കേഷൻ ടൂൾ ഈസ് ഡിപ്ലോയിഡ് ഓൺ ദ ഗ്രൗണ്ട് ടു ട്രാക്ക് ലൈഫ് സ്റ്റോക്ക് അണ്ടർ ദിസ് സിസ്റ്റം. അപ്പൊ ഈ INAPH ആക്ച്വലി എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണെന്ന് ആദ്യം പറയാം. അതായത് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തുന്നേ ഉള്ളൂ, അതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മൾ പറഞ്ഞു കൊളാബറേഷൻ വിത്ത് എൻഫോഴ്സസ്. ആര് കൊണ്ടുവന്നു? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് കൊണ്ടുവന്നു. ഇതൊരു ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ബേസ്ഡ് IT ഇൻഫ്രാസ്ട്രക്ചർ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? റിയൽ ടൈം റിലയബിൾ ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട്. ലൈഫ് സ്റ്റോക്കിനെ കുറിച്ച്, കന്നുകാലികളെ കുറിച്ച്, അവരെ കുറിച്ചുള്ള അവർക്കുണ്ടാകുന്ന, ഇപ്പം നമുക്കിപ്പം മെഡിക്കൽ റെക്കോർഡുകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആധാർ കാർഡ് ഉണ്ട്. അപ്പൊ നമ്മളുടെ ജനനം, മരണം, നമ്മുടെ എഡ്യൂക്കേഷൻ ഒക്കെ നമ്മൾ സർട്ടിഫിക്കറ്റുകൾ, അല്ലെങ്കിൽ നമ്മളുടെ ഡിസീസിന്റെ റെക്കോർഡ്സ് നമ്മൾ സ്ഥിരമായി പോകുന്ന ഹോസ്പിറ്റലിൽ കാണും അല്ലെ. അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ റെക്കോർഡിക്കലാണ്. ഇതുപോലെ കന്നുകാലികളുടെ കേസിൽ, ലൈഫ് സ്റ്റോക്സിന്റെ കേസിലൊക്കെ ഇത് റെക്കോർഡിക്കലാകാൻ വേണ്ടി വന്നൊരു ഡാറ്റാബേസ് അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് IT ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോ ഇവരെന്തിനെയൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്? ആനിമൽ ബ്രീഡുകൾ, ഏത് ബ്രീഡാണെന്നൊക്കെ ഉള്ളത് നോക്കുന്നുണ്ട്. പിന്നെ ഇപ്പം എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നോക്കുന്നുണ്ട്. പിന്നെന്താണ്?
കാറ്റിൽസിന്റെ ഒക്കെ പ്രഗ്നൻസി ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ അവർക്ക് എന്തെങ്കിലും ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ് അവരുടെ ജോഗ്രഫിക്കൽ ഏരിയയും അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ആ ഒരു റേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആ ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ച് അല്ലെങ്കിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫോഡറിന് അനുസരിച്ച് അവർക്ക് കൊടുക്കുന്ന ഫുഡിന്റെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡിസീസസ് ഒരു പർട്ടിക്കുലർ റീജിയനിൽ എന്തെങ്കിലും ഡിസീസ് ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ആ പശുവിന് കണ്ടിന്യൂസ്ലി എന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വാക്സിനേഷൻസ് ഒക്കെ പ്രോപ്പർ ടൈമിൽ എടുത്തോ, ഇങ്ങനത്തെ കാര്യങ്ങളുടെ ഒക്കെ ഒരു ട്രാക്ക് റെക്കോർഡ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ INAPHന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞു INAPH. ഇതിനകത്ത് ഞാൻ കൊടുത്തിട്ടില്ല, പക്ഷെ ഓർക്കണം നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ കീഴിലാണ്. ആരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ്? എൻഫോഴ്സസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു IT ഇൻഫ്രാസ്ട്രക്ചർ വന്നത്. ഒരു റിലയബിൾ ആയിട്ടുള്ള റിയൽ ടൈം ആയിട്ട് നമുക്ക് ഈ കന്നുകാലികൾ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മുടെ ചോദ്യം എന്താണ്? യുണീക്ക് ഐഡന്റിഫിക്കേഷൻ ടൂള്. ഇപ്പോ എന്റെ വീട്ടിലൊരു പശുവുണ്ട്, നിങ്ങളുടെ വീട്ടിലൊരു പശുവുണ്ട്. ഈ രണ്ട് പശുവിനെ തമ്മിൽ ഐഡന്റിഫൈ ചെയ്യണം അല്ലെ? ആ പശുവിന്റെ ലൈഫിലുണ്ടായിട്ടുള്ള അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാം ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡന്റിഫിക്കേഷൻ വേണം. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ സിമ്പിൾ ആയിട്ട് ഓർക്കാം, എന്താണ്? എന്റെ ആധാർ കാർഡും നിങ്ങളുടെ ആധാർ കാർഡും ഡിഫറെന്റ് അല്ലേ? അപ്പൊ അതേപോലെ ഒരു ആധാർ കാർഡ് നമ്മുടെ പശുക്കൾക്കുണ്ടെങ്കിൽ അവരെ നമുക്ക് ഇതുപോലെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ആധാർ കാർഡ് പോലെ അവർക്കുള്ളൊരു സംഭവം എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സബ്ക്യൂട്ടേനിയസ് മൈക്രോചിപ്സ്, ഓപ്ഷൻ ബി റെറ്റിനാൽ സ്കാനേഴ്സ്, ഓപ്ഷൻ സി 12 ഡിജിറ്റ് പശു ആധാർ പോളി യുറിത്തേൻ ഇയർ ടാഗ്സ്, ഓപ്ഷൻ ഡി ബാർ കോഡഡ് കോളേഴ്സ്. അപ്പൊ എന്താണ്? നമുക്കൊരു ആധാർ കാർഡ് ഉള്ളതുപോലെ അവർക്ക് ഒരു യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ ടൂൾ ഉണ്ടെങ്കിൽ അതിന് കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. 12 ഡിജിറ്റ് പശു ആധാർ പോളി യുറിത്തേൻ ഇയർ ടാഗ്സ്. അപ്പൊ ചില പശുക്കളുടെയൊക്കെ ചെവിയില് ഒരു മഞ്ഞ കളറിലൊരു ടാഗ് കണ്ടിട്ടില്ലേ? എല്ലാരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിനെയാണ് എന്ത് പറയുന്നത്? പശു ആധാർ എന്ന് പറയുന്ന ഒരു 12 ഡിജിറ്റ് ടാഗ് ഉണ്ടാകും. അപ്പൊ ഇത് ഈ ഒരു എന്തിന്റെ കീഴിലാണ് വരുന്നത്? അണ്ടർ ദ നാഷണൽ ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം, അതായത് NADCP. അതൊന്ന് ഫുൾ ഫോം ഓർത്തിരിക്കണേ. NADCP അഥവാ നാഷണൽ ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിന്റെ കീഴിൽ ആര് കൊണ്ടുവന്ന സംഭവമാണ്? INAPH അഥവാ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ഫോർ ആനിമൽ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഹെൽത്തുകാർ കൊണ്ടുവന്ന സംഭവമാണ്. എന്താണ്? പശുവിന്റെ ചെവിയിൽ ഒരു ടാഗ്. എന്താണ്? ടാമ്പർ പ്രൂഫ് ആണ്. അതായത് ഒരു പശുവിനെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരാൾക്ക് അത് കൊടുക്കാൻ പറ്റില്ല. യുണീക്ക് ആണ്. ഓക്കെ, ടാമ്പർ പ്രൂഫ് ആണ്, യുണീക്ക് ആണ്, 12 ഡിജിറ്റ് ഉള്ള ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ്. അതിനെ നമ്മൾ പശു ആധാർ എന്ന് പറയുന്നു. നമ്മുടെ ആധാർ പോലെ തന്നെ എന്ന് വിചാരിക്കും. നമുക്കൊരു നമ്പർ ഉള്ളത് പോലെ തന്നെ പശുവിന് എന്താണ്? ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കോഡ് നമ്പർ ഉണ്ട്. 12 ഡിജിറ്റ് ആണെന്ന് ഓർക്കണേ. ആൻഡ് ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക്കലി മോണിറ്റർ. എന്തിനൊക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റും? ഒരു പശുവിന്റെ ബ്രീഡ് അറിയാൻ പറ്റും, അതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാൻ പറ്റും, അതിന്റെ ഒരു ജനറ്റിക് ലീനിയേജ് അറിയാൻ പറ്റും. ഇനി അതിന് എന്താണ്? അതിന്റെ ഓണറെ അറിയാൻ പറ്റും. ഇനി അതിനെന്തെങ്കിലുമൊക്കെ വാക്സിനേഷൻസ് പ്രോപ്പർ ടൈമിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതറിയാൻ പറ്റും. ഇനി പശുക്കൾക്ക് ഡീവേമിങ് ചെയ്യുമല്ലോ, അതിന്റെ വയറ് ഇളക്കാനും അങ്ങനെ സംഭവം. അപ്പൊ ഡീവേമിങ് ചെയ്ത ഡേറ്റ് കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ, പിന്നെ അതിന്റെ മിൽക്ക് ഈൽഡിന്റെ റെക്കോർഡുകൾ, അതിന് കൊടുക്കുന്ന ഭക്ഷണം, അതിന്റെ ന്യൂട്രീഷണൽ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ഡയറ്റ് എന്ന് പറയാൻ പറ്റില്ല, അതിനെന്തൊക്കെയാ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സംഭവങ്ങൾ, പിന്നെ ആരാണ് ഇതിന്റെ ഓണർ, ഇനി ഇത് വേറൊരാൾക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, അങ്ങനെ ഒരു പശുവിനെ സംബന്ധിച്ച് എല്ലാ കാര്യം അത് നമുക്ക് ഈ ഒരു 12 ഡിജിറ്റ് യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ വെച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത് INAPHന്റെ കീഴിലാണ് വരുന്നത്. INAPH എന്ന് പറയുമ്പോൾ എന്താണ്? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡും ഇൻഫോസിസും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു ആശയം കൊണ്ടുവന്നത്. അത് വളരെ സക്സസ്ഫുള്ളി പൊക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. ഇൻ ഡയറി ന്യൂട്രീഷൻ ടെർമിനോളജി, bypass protein which is also known as rumen undegradable protein അല്ലെങ്കിൽ RUP refers to dietary protein that. അപ്പൊ എന്താണ് RUP എന്താണെന്ന് ചോദിക്കാം. റൂമൻ അൺഡിഗ്രേഡബിൾ പ്രോട്ടീൻ, അതായത് പശുവിന് 4 അറകളുള്ള ഒരു സ്റ്റൊമക്കാണുള്ളത് നമുക്കറിയാം. അതില് റൂമനില് എന്തുണ്ടാകും? കുറെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, ബാക്ടീരിയയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഈ പശു ഭക്ഷണം കഴിക്കുമ്പോൾ അതിനകത്തുള്ള സംഭവത്തിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്ത് മാക്സിമം എന്താണ് ആ മൈക്രോബിയൽ എൻസൈംസിന്റെ ആക്ഷൻ കാരണം ഡൈജസ്റ്റ് ചെയ്ത് ഡീഗ്രേഡ് ചെയ്ത് നമുക്കത് എനർജി ആയിട്ട് അല്ലെങ്കിൽ പ്രോട്ടീൻ ന്യൂട്രീഷൻ ആയിട്ട് കിട്ടുന്നത്. നമുക്കല്ല, പശുവിന്.
ഓക്കെ. പക്ഷേ ഈ എല്ലാ കഴിക്കുന്ന സാധനങ്ങളും റൂമനിൽ വെച്ച് ഡൈജസ്റ്റ് ആവണമെന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെ അൺഡീഗ്രേഡബിൾ ആയിട്ടുള്ള പ്രോട്ടീൻ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ RUP എന്ന് പറയുന്നത്, റൂമൻ അൺഡീഗ്രേഡബിൾ പ്രോട്ടീൻ. അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം, ബൈപാസ് പ്രോട്ടീൻ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് ബൈപാസ് പ്രോട്ടീൻ കേട്ടോ. ഫീഡ് ഫോർമുലേഷൻ ഒക്കെ പഠിക്കുമ്പോൾ ബൈപാസ് പ്രോട്ടീൻ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ നോക്കിക്കേ, ഓപ്ഷൻ എ എന്താണ് വരുന്നത്, ഈസ് കംപ്ലീറ്റ്ലി റിജക്റ്റഡ് ബൈ ദ കൗ ആൻഡ് എക്സ്ക്രീറ്റഡ് അൺഅബ്സോർബ്ഡ്. അപ്പം ഈ RUP എന്ന് പറയുന്നത് പശു കംപ്ലീറ്റ് ആയിട്ട് റിജക്ട് ചെയ്യുകയും അതിനെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുകയും ചെയ്യുന്നു. ശരിയാണോ? അല്ല, തെറ്റാണ്. സോ അടുത്ത ഓപ്ഷൻ നോക്കിയേ, എസ്കേപ്സ് മൈക്രോബിയൽ ഫെർമെന്റേഷൻ ഇൻ ദ റൂമൻ ആൻഡ് ഇസ് ഡൈജസ്റ്റഡ് എൻസൈമാറ്റിക്കലി ഇൻ ദ അബോമാസം ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ശരിയാണ്. അപ്പോ എന്താണ് മൈക്രോബിയൽ ഫെർമെന്റേഷൻ? റൂമൻ എന്ന് പറയുന്ന പശുവിന്റെ 4 ചേമ്പറുകളിൽ ഒരു ആദ്യത്തെ ചേമ്പറാണ് റൂമൻ. ഈ റൂമനിൽ വെച്ച് ഡൈജഷൻ സംഭവിക്കുന്നില്ല, അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നു. അവിടെ നിന്ന് നൈസായിട്ട് ഇവൻ എസ്കേപ്പ് ആയിട്ട് പക്ഷെ എവിടെ പോയി പിടിക്കപ്പെട്ടു? അടുത്ത ചേമ്പറിൽ പോയി പിടിക്കപ്പെട്ടു. എവിടെയാണ്? അബോമാസത്തിലും സ്മോൾ ഇൻറ്റസ്റ്റൈനിലും ചെന്നിട്ട് ഈ പ്രോട്ടീനുകൾ എന്താണ്, എൻസൈമാറ്റിക്കലി ഡൈജസ്റ്റഡ് ആവും. അപ്പൊ കുറച്ചും കൂടെ പ്രോട്ടീൻ അസിമിലേഷൻ കൂടിയും നല്ല രീതിയിൽ ആ പ്രോട്ടീനെ ആ പശുവിന്റെ ബോഡിയിലേക്ക് ഉപയോഗപ്രദമായ രീതിയിൽ എടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ബൈപാസ് പ്രോട്ടീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ സപ്ലിമെന്റ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ പ്രൊവൈഡിങ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇനി ഓപ്ഷൻ സി നോക്കിയേ, ഈസ് റാപ്പിഡ്ലി കൺവേർട്ടഡ് ടു അമോണിയ ഗ്യാസ് ബൈ റൂമൻ പ്രോട്ടോസോവ. തെറ്റാണ്. പിന്നെ എന്താണ് ഓപ്ഷൻ ഡി നോക്കിയേ, ഈ സിന്തറ്റിക്കൽ യൂറിയ മിക്സ്ഡ് കോമ്പൗണ്ട് ഫീഡ്സ്. തെറ്റാണ്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്, എസ്കേപ്സ് മൈക്രോബിയൽ ഫെർമെന്റേഷൻ ഇൻ ദ റൂമൻ. റൂമനിൽ വെച്ച് മൈക്രോബിയൽ ഫെർമെന്റേഷൻ നടക്കുന്നില്ല, എന്നാൽ ഇതിനെ എൻസൈമാറ്റിക്കലി ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നു. എവിടെ? പശുവിന്റെ അബോമാസത്തിലും സ്മോൾ ഇൻറ്റസ്റ്റൈനിലും വെച്ച്. അങ്ങനെയുള്ള എസ്കേപ്പ് പ്രോട്ടീനുകളെയാണ് അല്ലെങ്കിൽ റൂമൻ അൺഡീഗ്രേഡബിൾ പ്രോട്ടീനുകളെയാണ് RUP ആണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈപാസ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണെന്ന് നോക്കിയേ, ഹൈ യീൽഡിംഗ് ക്രോസ് ബ്രീഡ് ഡയറി ആനിമൽസ് അല്ലെങ്കിൽ ഡയറി കൗസ് ഓഫൻ റിക്വയർ മോർ അമിനോ ആസിഡ്സ് ദാൻ റൂമൻ മൈക്രോബിയൽ പ്രോട്ടീൻസ് ക്യാൻ പ്രൊവൈഡ്. അതായത് ഒരു പശു ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാം അതിന്റെ റൂമിൽ വെച്ച് തന്നെ ദഹിപ്പിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ പ്രോട്ടീനെ അതിന്റെ ബോഡിയിലേക്ക് ചെല്ലത്തുള്ളൂ. പക്ഷേ ഈ ഹൈ യീൽഡിംഗ് വെറൈറ്റീസിനൊക്കെ ആ പ്രോട്ടീൻ പോരാ, അവർക്ക് നല്ല രീതിയിലുള്ള അമിനോ ആസിഡ്, നല്ല രീതിയിലുള്ള പ്രോട്ടീനും വേണം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഫീഡിങ്ങിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുന്നു, ബൈപാസ് പ്രോട്ടീനെ കൊടുക്കുന്നു. ദിസ് എൻഷ്യൂർസ് ദാറ്റ് പ്രീമിയം പ്രോട്ടീൻ, നല്ല പ്രോട്ടീനാണ്, അത് എവിടെ എസ്കേപ്പ് ചെയ്യും, ഈ റൂമൻ മൈക്രോബ്സ്, അതായത് അതിന്റെ റൂമൻ ചേമ്പറിലുള്ള മൈക്രോ ഓർഗാനിസംസിന് ദഹിപ്പിക്കാൻ വിട്ടുകൊടുക്കാതെ അവൻ നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആയി എവിടെ പോകുന്നു, അബോമാസത്തിലും സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കും പോകുന്നു. അങ്ങനെ ലോവർ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ എത്തുമ്പോൾ, അതായത് അബോമാസം അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനിൽ എത്തുമ്പോൾ അവൻ എഫിഷ്യന്റ് ആയിട്ടുള്ള എൻസൈമാറ്റിക് അബ്സോർപ്ഷന് വിധേയമാവുകയും കുറച്ചും കൂടെ നല്ല രീതിയിൽ ഈ ന്യൂട്രിയൻസ് കാറ്റിലിന്റെ ബോഡിയിലേക്ക് ചെല്ലുകയും അതുവഴി എന്താണ് മിൽക്ക് പ്രൊഡക്ഷൻ വളരെയധികം വർദ്ധിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അതാണ് ബൈപാസ് പ്രോട്ടീൻ അല്ലെങ്കിൽ എസ്കേപ്പ് പ്രോട്ടീൻ അല്ലെങ്കിൽ എന്താണ് റൂമൻ അൺഡീഗ്രേഡബിൾ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കുവേ. അപ്പോ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫാക്റ്റുകൾ പഠിച്ചു. മെയിൻലി കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്ത്. അപ്പൊ തീമുകൾ, പർട്ടിക്കുലർ ഡേകള്, അതുമായി ബന്ധപ്പെട്ട മിനിസ്റ്റേഴ്സ്, ചെയർമാൻ, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ എല്ലാം എന്താണ് നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ അത്രയും റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് നിങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിക്കണേ. എന്തെങ്കിലുമൊക്കെ കറണ്ട് അഫയേഴ്സിലൊക്കെ മാറ്റം വരുവാണെങ്കിൽ ഇതുപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്കുള്ള ക്ലാസ്സുകളിലൊക്കെ ആഡ് ഓൺ ചെയ്ത് പറയാം. അപ്പൊ അതൊക്കെ നിങ്ങൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി തന്നെ പഠിക്കണം കേട്ടോ. സോ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സിൽ കൂടുതൽ MCQs നിങ്ങൾക്ക് ഇതുപോലെ, അതായത് ക്വസ്റ്റ്യൻ പ്ലസ് അഡീഷണൽ ഫാക്ട്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യണം ഒരു പർട്ടിക്കുലർ ഏരിയ എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡിമാൻഡ് ചെയ്യുക. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.